തലസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് പ്രൗഢി കൂട്ടുന്ന സംഘങ്ങളിലൊന്നാണ് കേരള പോലീസിലെ അശ്വാരൂഢ സേന. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് അണിനിരക്കുന്നതിനായി ആഴ്ചകളോളം നീണ്ട പരിശീലനമാണ് കുതിരപ്പട്ടാളത്തിന് നൽകുന്നത്. തലസ്ഥാന നഗരിയുടെ കാവലാൾ കൂടിയാണ് ഈ കുതിരപ്പട. ഇവരുടെ കുളമ്പടി ശബ്ദം കേട്ടാണ് അനന്തപുരിയുടെ പ്രഭാതങ്ങൾ ഉണരുന്നത്. രാത്രിയുടെ പല യാമങ്ങളിലും ഈ ശബ്ദം നഗരപ്രദേശങ്ങളിൽ പ്രതിധ്വനിക്കാറുണ്ട്. കേരള പോലീസിന്റെ അശ്വാരൂഢ സേന തലസ്ഥാന നഗരിയുടെ കാവലാൾ കൂടിയാണ്. തലസ്ഥാനത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിക്ക് പ്രൗഢി കൂട്ടുന്ന സംഘങ്ങളിൽ ഒന്നാണ് അശ്വാരൂഢ സേന. സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിന പരേഡിലും സെറമോണിയൽ പരേഡിലും വിശിഷ്ടാതിഥികൾ എത്തുമ്പോഴും അശ്വാരൂഢ സേന അണിനിരക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിലും ഭീമാപ്പള്ളി ഉറൂസിനും സേനയുടെ സേവനമുണ്ട്. ഇത്തരം ആഘോഷങ്ങളിൽ അണിനിരക്കുന്നതിനായി ആഴ്ചകളോളം നീണ്ട പരിശീലനമാണ് കുതിരപ്പട്ടാളത്തിന് നൽകുന്നത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടികളിലൊന്നാണ് സ്വാതന്ത്ര്യദിന പരേഡ്, റിപ്പബ്ലിക് ഡേ പരേഡൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ആ പരേഡിന് ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ നമ്മളിവിടെ തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരേഡ് ചെയ്യുന്ന ഫോർമാറ്റിൽ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യും. കുതിരകളുടെ ആരോഗ്യം കൂടുതൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കി മുൻകരുതലുകൾ എടുക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ മറ്റെല്ലാ ഉദ്യോഗസ്ഥരും അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് തയ്യാറെടുപ്പുകൾ, കുതിരയുടെ നമുക്ക് ആവശ്യമുള്ള സാഡിൽ മറ്റ് സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുന്ന നമുക്കൊരു ആഘോഷം പോലെയാണ്. വളരെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് നമ്മൾ ഈ ആഗസ്റ്റ് 15 ജനുവരി 26 പരേഡൊക്കെ വളരെ പ്രാധാന്യത്തോടെയും അഭിമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ കുതിരപ്പട്ടാളത്തിനൊപ്പം അണിനിരക്കുന്നത് അങ്ങേയറ്റം അഭിമാനകരമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ 1880 രൂപീകരിച്ച രാജപ്രമുഖാസ് ബോഡിഗാർഡ് 1961 കേരള പോലീസിന്റെ അശ്വാരൂഢ സേനയായത്. തിരുവനന്തപുരം സിറ്റി ആംഡ് റിസർവ് ബറ്റാലിയന്റെ ഭാഗമായ പാലസ് ഗാർഡ് എന്നാണ് ഇപ്പോൾ അശ്വാരൂഢ സേനയെ വിശേഷിപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.